92.3 Malayalam FM. ഹലോ, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 92.3 FM നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം രേണുകയാണ്. അപ്പോൾ പതിവ് പോലെ ഇന്ന് എന്റെ കൂടെ ഞാനും കൂടിയുണ്ട്, ജ്യോതി. നമസ്കാരം ശ്രോതാക്കളെ. നമസ്കാരം രേണുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്തൊക്കെയുണ്ട് ജ്യോതി? ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. കാരണം ട്രാവലിങ്ങും അതും ഇതുമൊക്കെ ജ്യോതിക്ക് അറിയാലോ, കുറച്ച് തിരക്കായി പോയി. ചെറിയ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല, വലിയ ഗ്യാപ്പ് തന്നെയായിരുന്നു. സോറി. അപ്പോൾ ഞാൻ വീണ്ടും വന്നു എന്റെ പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കാൻ വേണ്ടി, പിന്നെ ജ്യോതിയോടും എല്ലാവരോടും. നിക്ക് എന്തോ ഒരു മനോഹരമായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതെയോ? ആ സ്റ്റുഡിയോ വാതിലിന് അപ്പുറത്താ തോന്നുന്നു. എന്താണത്? ആകാശവീഥിയിൽ അന്നൊരു നാൾ വീണ്ടും പറവകളായി നാം കണ്ടുമുട്ടി. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എന്നന്തരംഗം പുളകിതമായി. ആകാശവീഥിയിൽ അന്നൊരു നാൾ വീണ്ടും പറവകളായി നാം കണ്ടുമുട്ടി. ആഹാ, എന്താ ഒരു മധുരമായ ഒരു നൊസ്റ്റാൾജിക് മ്യൂസിക്കും ആ സീനും ആ പാട്ടും ഒരു പഴയകാല ജീവിതത്തിലേക്ക് ഒരു എവിടേക്കോ മയക്കി കൊണ്ടുപോയെന്ന ലക്ഷണമുണ്ട്. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടായൊരു മധുരമുള്ള നൊമ്പരമാണോ രേണുക? അയ്യേ ജ്യോതി, ആരോടാ ഇതൊക്കെ ചോദിക്കുന്നത്? നമ്മള് സ്റ്റുഡിയോയിലാണ്. പതുക്കെ പതുക്കെ ലോകം മുഴുവൻ നമ്മളെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതറിയില്ലേ? ഇങ്ങനെയൊന്നും അതെന്താ? പറയരുത്. കേൾക്കട്ടെ. ഇങ്ങനെയൊന്നും പറയരുത് സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അല്ല, ഇത് ഒരു എന്താ പറയുക, ഒരു പരമസത്യല്ലേ? ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പിന്നെ എന്തിനാ ഒളിപ്പിക്കുന്നത്? അതും ശരിയാണല്ലേ. പ്രണയം അങ്ങനെ നമ്മൾ ഒളിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം ലോകത്തെല്ലാവർക്കും ഉള്ളതാണല്ലോ, അല്ലെ? കറക്റ്റ്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം, അല്ലെ? ഓക്കെ, എന്താണ് അത് പറയേണ്ടത്? ഞാൻ പറയുന്നതിലും ഭംഗി അതിന്റെ സൃഷ്ടികർത്താവ് പറയുന്നതായിരിക്കും എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് പറയുന്നു? എന്താണ് ജ്യോതിക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? അതിന്റെ വരികളോ മ്യൂസിക്കോ എന്താണെങ്കിലും അത് പറയൂ ആദ്യം. അപ്പൊ നമുക്ക് മെല്ലെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറയാലോ. സത്യം പറയട്ടെ, ആ പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക് അതിന്. അതിന്റെ വരികൾ അതിലേറെ മനോഹരം. അത് ആ തുടങ്ങുന്ന സീന് പിക്ചറൈസേഷനും ബ്യൂട്ടിഫുൾ ആയിട്ട്, അതും സിമ്പിൾ ആണ്. അല്ലാതെ ഹൂ വെച്ചിട്ടുള്ളതെന്നല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ സ്റ്റോറി. വല്ലാത്ത ഡീറ്റെയിൽസിലൊന്നും പോവാതെ, എന്നാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ കഥ മനസ്സിലാക്കുന്ന രീതിയിലൊരു പിക്ചറൈസേഷൻ. ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. റിയലി എൻജോയ്ഡ് ദറ്റ് സോങ്. അവര് അതിൽ നടിച്ച ആൾക്കാരാവട്ടെ, അത് എന്താ പറയാ, നല്ലൊരു ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു ഹീറോയിൻ. ആ ഹീറോ എന്ന് പറയുമ്പം നല്ലൊരു നല്ലൊരു മനുഷ്യൻ. അങ്ങനെ തോന്നിയത് കണ്ടപ്പം. വെരി സ്വീറ്റ് ലവ് സ്റ്റോറി. അധികം ഡ്രാമയൊന്നും ഇല്ലാതെ സിമ്പിൾ ആൻഡ് എലഗന്റ്ലി ടോൾഡ്.
അതാണ് എന്റെ മനസ്സിൽ വന്നത്. അതായിരുന്നു ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത്. അപ്പൊ ഈ കവി എന്ന് പറയുന്നത് ജ്യോതി ഏത് കവിയെയാണാവോ ഉദ്ദേശിച്ചത്? നമ്മുടെ കുമാരനാശാനെയാണോ? കുമാരനാശാൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു ആശാനാണ് മൂപ്പര്. അതെയോ? ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഒരു അഭിമാനമായി തീർന്നിരിക്കുന്ന രേണുക വിജയകുമാരൻ ആണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത്. ഓ, ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ മൂപ്പർ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയില്ലേ അത് രേണു? അറിയില്ല കേട്ടോ. പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു. അദ്ദേഹത്തിന് പരിചയപ്പെടുന്ന നല്ലൊരു കാര്യമാണ്, ഒരു നല്ലൊരു വ്യക്തിയെ പരിചയപ്പെടാം. അപ്പം എന്തായാലും തമാശക്ക് നമുക്ക് നീക്കിവെച്ച് രേണു പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോജക്ട്, ഈ പാട്ടിന് പിന്നിലുള്ള വർക്ക്, ഈ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഒന്നൊരു നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയണം നല്ല ആഗ്രഹം ഉണ്ടാവും. അതെയോ? അപ്പം താങ്ക് യു എന്തായാലും ചോദിച്ചതിലും അത് എൻ്റെ ആ പാട്ടിനെ കുറിച്ച് ഈ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് കാണിച്ചതിലും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ജ്യോതി. അപ്പം ഈ പാട്ടിനെ കുറിച്ച് കുറെ കഥകൾ പറയാനുണ്ടാവും, പക്ഷെ അതിപ്പം നമുക്ക് എല്ലാം കൂടിയൊന്നും ഈ സമയത്തിനുള്ളിൽ പറയാൻ പറ്റില്ല. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം, ചുരുക്കിയിട്ട് പറയാം. അതായത് ഈ പാട്ട് ഞാൻ ഈ പ്രോജക്റ്റ് ക്രിയേഷൻ എന്ന് ചോദിച്ചില്ലേ, അപ്പൊ അത് ഞാനൊരു മേ ബി ജ്യോതി കണ്ടു എന്നറിയില്ല, ഒരു 8 കൊല്ലം മുമ്പ് 8 9 കൊല്ലം മുമ്പ് ഞാൻ ഇത് ഫേസ്ബുക്കിൽ ഒരു വെറുതെ വരികളായിട്ട് എഴുതിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതൽ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊരു നല്ലൊരു പിന്നെ ഒരു എന്താ പറയാ ഒരു റൊമാൻറ്റിക് മൂഡുള്ള ഒരു ചിത്രീകരണമായിട്ട് കൊണ്ടുവരണം എന്നുള്ളത്. 8 വർഷം മുമ്പോ? ആ അയ്യോ, ഓക്കെ. അതൊരു ലോങ് കാത്തിരിപ്പാണല്ലോ അല്ലെ, ഒരു പ്രോജക്റ്റിന് അതെ നമ്മുടെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അതെ, അത് എന്താന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ അന്നേരം ഈ ഒരു എഴുതി ഇടുന്ന ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നേ. അധികം ആരും ഇങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമ്മളൊരു വീഡിയോ ചിത്രീകരണമാക്കി കൊണ്ടുവരാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എന്താ പറയാ വെറുതെ ഒരു ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അന്നേരം ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കൊറോണ തുടങ്ങിയില്ലേ, ആ കൊറോണ തുടങ്ങിയ സമയത്ത് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ എന്താ പറയാ വീട്ടിലിങ്ങനെ പിന്നെ സങ്കടപ്പെട്ടിരിക്കുകയും പലതും നിരാശപ്പെട്ട് ജീവിതം എന്തൊക്കെയോ ആവുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മെല്ലെ ഒരു ചെറുതായിട്ട് പല സോങ്ങുകൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണെങ്കിലും പിന്നെ എന്താ പറയാ ഈ റൊമാൻറ്റിക് സോങ് പലവിധ കാരണങ്ങളാൽ അത് അവിടെ കിടന്നു. എല്ലാവരും അന്നേരവും സങ്കടമുള്ള സോങ്ങിനോടാണ് താല്പര്യം കാണിച്ചത്. അപ്പം എനിവേ അതൊരു വല്ലാതെ അതിങ്ങനെ എന്താ പറയാ തടസ്സമായിട്ട് അതിങ്ങനെ അവിടെ കിടന്നു. അത് പിന്നെ വേറൊരു കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ എന്റെ യൗവനം അത് ആരംഭിച്ച എന്റെ കോളേജിൽ, അതായത് എന്റെ ആ പഴയ ക്യാൻറ്റീനിലും പിന്നെ അതേ ബിൽഡിങ്ങിലും വെച്ച് ചെയ്യണം എന്നുള്ള ഒരു അത്യാഗ്രഹം തന്നെ പറയാം. ആ ഒരു 90s ഒരു സംഭവങ്ങൾ അത് തന്നെ പകർത്തണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ ആർക്കും അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടില്ല. അതും കൂടെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, അതിങ്ങനെ പെൻഡിങ്ങിൽ ആവാൻ കാരണം. പക്ഷെ എന്തായാലും ഞാൻ പറയട്ടെ, അത് ആ ഒരു ആഗ്രഹം ഇത്ര 8 കൊല്ലം കാത്തിരുന്നെങ്കിലും അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ കാണാനുണ്ട്. ആ പിക്ചറൈസേഷൻ ശരിക്കും ആ ഒരു കാലത്തേക്ക് 90s ഒക്കെ കാലത്തേക്ക് കൊണ്ടുപോകണ മാതിരി തന്നെ തോന്നി അത് കണ്ടപ്പോ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് മൊത്തം നമുക്ക് 90s പാട്ട് മൊത്തം എന്ന് പറയണ്ട, മോസ്റ്റ് ഓഫ് ദ സോങ്സ് നമുക്ക് ഇന്ന് 90s വെച്ചു കൊടുത്താലോ? പിന്നല്ലാതെ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ആയിക്കോട്ടെ. തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായിൽ പൂവേലി പുൽപ്പായി നവമിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി.
വീട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയ നോവുകൾ മാറാല മൂടും മനസ്സിന്റെ നോവുകൾ മാറാല മൂടും മനസ്സിന്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിനയും കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിനയും മാറിലെ മാലേയ മധുചന്ദ്രനും മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. അപ്പൊ രേണു നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ട് തിരിച്ചു വന്നത്. ഇപ്പൊ നമ്മളിപ്പോ രേണു പറഞ്ഞല്ലോ യൂട്യൂബില് വീഡിയോ അപ്ലോഡിങ്ങും വീഡിയോ ഈ മ്യൂസിക്കൽ വീഡിയോ ഷൂട്ടിങ്ങും ഇതിപ്പോ രേണു മാത്രം മനസ്സ് വെച്ച നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതിന്റെ പിന്നിലൊരു വലിയ ടീം തന്നെ ഉണ്ടാവില്ലേ? അതെ, ഒരിക്കലും ഞാൻ മാത്രം മനസ്സ് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല ഇത്രയും ആഴത്തില് ജനങ്ങളുടെ ഹൃദയം കവരുക എന്നുള്ളത്. അത് ഫസ്റ്റില് നമ്മൾ പറയും ഇപ്പൊ ലിറിക്സ് ലിറിക്സ് കഴിഞ്ഞു കഴിഞ്ഞാല് ലിറിക്സ് നമ്മൾ വെറുതെ എഴുതിയിട്ടിട്ട് കാര്യമില്ല, അതിന് നല്ലൊരു മ്യൂസിക് വേണം അല്ലെ? അബ്സല്യൂട്ട്ലി. ആ ലിറിക്സിനെ കൊണ്ട് നടക്കുന്നത് ആ മ്യൂസിക് ആണ്. അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ആ മ്യൂസിക് തന്നെയാണ് ഡെഫിനറ്റ്ലി. അതെ. അല്ല, അപ്പൊ ഈ മ്യൂസിക് ചെയ്തത് ആരാണ്? അപ്പോ ജ്യോതി ആ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ലേ? നമ്മള് അതിൽ ക്ലിയർ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ ആരാണെന്ന്. സോറി, വായിച്ചു സാജൻ കെ രാമൻ കണ്ടു. പക്ഷെ അത് കവിയത്രിയുടെ വായിൽ നിന്ന് കേൾക്കാനാണ് ഒരു സുഖം കൂടുതൽ. നിങ്ങളുടെ ആ സിങ്ക് ഉണ്ടായിണ്ടാവല്ലോ, മ്യൂസിക് ഡയറക്ടറും കവിയത്രിയും കൂടി വരുമ്പോഴല്ല ഒരു കോംബോ. ആയിക്കോട്ടെ എന്നാല്. അപ്പൊ എന്തായാലും ആ സാജൻ കെ റാം എന്ന് പറയുന്ന അദ്ദേഹം എല്ലാവർക്കും പണ്ട് മുതലേ നമ്മൾ കേട്ടറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ ലയിച്ചു ചേരുന്നതുമായ ഗാനങ്ങള് രചിച്ചിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹത്തിന്റെ മരുമകനാണ് ഇദ്ദേഹം. അപ്പം തീർച്ചയായിട്ടും പരമ്പരാഗതമായ ഒരു വലിയ പിന്നെ എന്താ പറയാ ഒരു സ്കില്ല് തന്നെ ഉണ്ട് ഈ മ്യൂസിക് ആണെങ്കിലും എഴുത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും. അപ്പം ജ്യോതിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് തന്നെ നേരിട്ട് കേൾക്കണോ? നമുക്ക് വിളിച്ചാലോ? ഇപ്പോ ഫോൺ വിളിച്ചു നോക്കിയാലോ? കിട്ടുവോ? കിട്ടുവോ? അത് ഞാൻ ചോദിക്കാം, കിട്ടുവോ? നമുക്ക് നോക്കാം. ഓക്കെ, ആയിക്കോട്ടെ, റിങ് ചെയ്തു നോക്കട്ടെ. ഹലോ, നമസ്കാരം സാജൻ സാർ. ഇത് 92.3 മലയാളം FM മെൽബൺ ആണ്. നമുക്ക് കുറച്ച് സമയം തന്നതിന്, ഞങ്ങളുടെ കോൾ പിക്ക് ചെയ്തതിന് വളരെ വളരെ നന്ദി. ഹലോ, ഹായ്, നമസ്കാരം രേണുക, നമസ്കാരം ജ്യോതി. ലോകമെമ്പാടുമുള്ള 92.3 FM ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. അപ്പം നമ്മുടെ ഈ ഒരു ഗാനം മധുരനമ്പരം എന്ന ഈ ഗാനത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ പാട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എന്തൊരു ധൈര്യത്തിലാണ് താങ്കൾ ഈ പാട്ട് എടുത്തത് എന്നൊക്കെ അറിയാൻ ഒരു ജിജ്ഞാസ ഉണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്. അതിനെക്കുറിച്ച്. രേണുക മേഡത്തിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ വർക്കാണ് മധുരനമ്പരം എന്ന ഈ ആൽബം. ആദ്യം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അകലുന്ന ജീവൻ എന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ശ്രീ ബിജു നാരായൺ സാർ ആലപിച്ചിട്ടുണ്ടായിരുന്ന ആ പാട്ട് ഇതേപോലെ തന്നെ വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നൊരു വർക്ക് തന്നെയായിരുന്നു. മധുരനമ്പരം എന്ന ഈ ആൽബത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയതിന് ശേഷം സംഗീതം നൽകിയിട്ടുള്ള ഒരു വർക്കാണ്. മറ്റേതും അതേപോലെ തന്നെയായിരുന്നു. ഇതും വരികൾക്ക് സംഗീതം നൽകുകയാണ് ചെയ്തത്. വരികൾക്ക് സംഗീതം നൽകുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ട്യൂൺ ഉണ്ടാക്കിയതിന് ശേഷം വരികൾ എഴുതുകയാണ് പൊതുവേ ഇപ്പം കൂടുതലും ചെയ്തു വരുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് വരികൾക്ക് സംഗീതം കൊടുക്കുമ്പോൾ അതിൻ്റെ ലിറിക്സ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ മനസ്സിലുള്ള സംഗീതം വരിക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ സംഗീതം നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം
വഹിക്കുന്നത് ഇതിൻ്റെ വരികൾ തന്നെയാണ്. ഈ പാട്ടിൻ്റെ ആദ്യത്തെ 2 വരികളിൽ തന്നെ ട്യൂണ് മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞ സാധനം. അതിൽ നിന്നുമാണ് ഈ പാട്ടിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ ട്യൂണ് എത്തിച്ചേരുന്നത്. അപ്പം ആദ്യത്തെ 2 വരി വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ സംഗീതം ഓട്ടോമാറ്റിക്കലി വന്നു. ആകാശവീഥിയിൽ അന്നൊരു നാൾ വീണ്ടും പറവകളായി നാം കണ്ടുമുട്ടി. അങ്ങനെ ആ ട്യൂണ് ഫസ്റ്റ് ടൈം വരാനുള്ള കാരണം അതിൻ്റെ വരികൾ തന്നെയാണ്. അതിനൊക്കെ ഉപരി ഇത് പാടിയിരിക്കുന്ന സിത്താരയും അതുപോലെ തന്നെ ഇഷാനും എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെയും മുകളിലുള്ള ഒരു ഔട്ട്പുട്ട് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൽബം ഇത്രയും ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതും അവരെല്ലാവരും അത് ആസ്വദിക്കുന്നതും. ഇതിലൊക്കെ ഉപരി നമുക്ക് എല്ലാവരുടെ മനസ്സിലും പ്രണയം എന്ന് പറഞ്ഞൊരു വികാരം എല്ലാവരുടെ മനസ്സിലുള്ളതാണ്. ഈ ഒരു തീം തന്നെ ക്യാമ്പസ് കാലഘട്ടത്തിലെ ഒരു നഷ്ടപ്രണയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീല് വരുന്ന ഒരു ട്യൂണ് ആയിരിക്കണം എന്നുള്ളതും പിന്നീട് ഞാൻ അതിനെ പല്ലവി അതിന് ശേഷം അതിനെ ബാക്കി ഞാൻ അതിനെ ട്രീറ്റ് ചെയ്തതും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നതിൻ്റെ പിക്ചറൈസേഷനാണ്. അതിലും രേണുകാജിയുടെ ആ സ്ക്രിപ്റ്റും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പ്രൊജക്റ്റിൽ ക്രിയേറ്റീവ് ഹെഡായിട്ട് എല്ലാ സാധനങ്ങളും ആ പ്രൊജക്റ്റിലേക്ക് ഈ വരികൾക്ക് അനുസരിച്ചിട്ടുള്ള പിക്ചറൈസേഷൻ കൊണ്ടുവന്നതാണ് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. എനിവേ എന്ത് തന്നെയായാലും പിന്നെ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം ഈ പാട്ട് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കാഴ്ചക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല വർക്കുകൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള 92.3 FM ശ്രോതാക്കൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സാജൻ സർ. അതെ, വളരെ വളരെ നന്ദിയുണ്ട്. നമുക്ക് കുറച്ച് സമയം തന്നതിന്, ഞങ്ങളുടെ കോൾ പിക്ക് ചെയ്തതിന് വളരെ വളരെ നന്ദി. അപ്പൊ രേണുക എന്തായാലും നമ്മൾ വിളിച്ച് അദ്ദേഹം ഫോൺ എടുത്ത് നമ്മുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കുകയും കൂടി ചെയ്തു. അപ്പം രേണുവിലേക്ക് തിരിച്ചു വരട്ടെ. നേരത്തെ പറഞ്ഞെടുത്ത് അതേ കോളേജിൽ ഷൂട്ടിംഗ് ചെയ്യണം, അതേ ക്യാൻറ്റീൻ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അല്ല, അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. എന്നാണ് ഈ ഒരു സാഹിത്യ ഭ്രമം തുടങ്ങിയത്? അത് ഏതൊരു വയസ്സിലാണ് തുടങ്ങിയത്? കോളേജിലാണോ? അയ്യോ, അത് ചോദിച്ചാല് കോളേജിലൊന്നും അല്ല, അത് ഞാൻ ജനിക്കുമ്പോഴേ എന്ന് പറയാൻ പറ്റും. കാരണം എന്റെ അച്ഛനൊക്കെ ഈ എന്താണ് നിമിഷകവിയായിട്ട് ഇങ്ങനെ എന്നെ താരാട്ട് പാടുന്നത് പോലും പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പം ഏത് സമയം നോക്കിയാലും നമ്മള് പിന്നെ കേൾക്കുന്നത് എന്തെങ്കിലും കവിത പാടിക്കൊണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എഴുതുന്ന കാണാം. അങ്ങനെയാണ് ഞാൻ വളർന്നത് ആക്ച്വലി. അത് ശരി. അപ്പം എന്റെ അമ്മാവനും ഇതുപോലെ ഒരുപാട് എഴുതും. ഒരു സാഹിത്യ കുടുംബത്തിനുള്ള വരവാണ് കവയത്രിയുടെ. തീർച്ചയായിട്ടും അതെനിക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. കാരണം അച്ഛനൊക്കെ ഒരുപാട് എന്താ പറയാ, ആ സമയത്തെല്ലാം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്നേരം ജസ്റ്റ് സ്കൂളിലും അല്ലെങ്കിൽ നാടകങ്ങളാണെങ്കിലും എന്തൊക്കെയാ എഴുതുക, സംവിധാനം ചെയ്യുക, ഒന്നും പറയണ്ട, അത്രമാത്രം പരിപാടികൾ കണ്ടു വളർന്നതാണ്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ ഈ ചെറിയ കോമ്പറ്റീഷൻ എല്ലാം കൂടും. അങ്ങനെ ഫസ്റ്റ് വാങ്ങി കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവെക്കും. അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെതായ ഒരു പിന്നെ എന്താ പറയാ, ഒരു എൻജോയ്മെന്റ് എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നതാണ്. പിന്നെ എപ്പോഴെങ്കിലും അത് നീക്കി വെക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങും. ഓക്കെ. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും മാരേജ് കഴിഞ്ഞ് ഒരു കാലഘട്ടം ഉണ്ടാവില്ലേ, ആ സമയത്ത് നമ്മള് പിന്നെ ഫാമിലി, കുഞ്ഞു മക്കള്, അങ്ങനെ ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് വെറും ഒരു ഡയറി കുറിപ്പുകളായി ആരും കാണാതെ സ്വകാര്യമായി വെക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ. വേറെ വഴിയില്ല. അത് പുറം ലോകം ഒട്ടും, അതായത് ഒരു കുട്ടിയായിരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് സ്കൂൾ മത്സരങ്ങളിലെങ്കിലും, ആ സമയത്ത് പിന്നെ എല്ലാം പൂട്ടിക്കെട്ടി വെച്ച് ഉള്ള ഒരു
പരിപാടിയാണല്ലോ. അല്ല, ഇത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോ ഇനി സൃഷ്ടികൾ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടപ്പ് ഉണ്ടാവും. അതിനിങ്ങനെ ഇതിപ്പോ 8 കൊല്ലം കഴിഞ്ഞ സൃഷ്ടിക്ക് ഇത്ര ഭംഗി, അപ്പൊ അതിലും വർഷങ്ങൾക്ക് മുമ്പുള്ളതിന് മനോഹാരിത കൂടുമല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം ഒരു അല്ല മുന്നറിയിപ്പ് നൽകിയതാണ്. അല്ല അത് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇഷ്ടം പോലെ കവിതകളും പാട്ടുകളും അല്ലെങ്കിൽ കഥകളും എല്ലാം കയ്യിലുണ്ട്, ഇല്ലായികയൊന്നുമല്ല. പക്ഷെ അതിനുള്ള ഒരു നമുക്ക് ജ്യോതിക്കറിയാലോ, നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. ഇതൊരു എങ്കിലും നമ്മൾ ഈ ഫുൾ ഇംഗ്ലീഷിന്റെ ലോകമാണ് എങ്കിലും നമ്മുടെ ചുറ്റും ഇവിടെ ഓസ്ട്രേലിയയിൽ അത് ഒരു ഹോബിയായിട്ട് അതിനോടുള്ള ഒരു ഭ്രമം കൊണ്ട് നടക്കുന്നു, ഉം. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഇത് ഈ ആ വീഡിയോ കണ്ടുകൊണ്ട് അതില് ലീഡ് ആർട്ടിസ്റ്റ് 2 പേരുണ്ടല്ലോ. ജ്യോതി, അവര് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജ്യോതി എന്നോട് ആ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് വേറെ ഒന്നും ഇന്ന് ആ സബ്ജക്റ്റ് വേണ്ടേ? ആ സബ്ജക്ട് വേണോ? വേണ്ടേ? അല്ല, ഈ പാട്ടിനെ കുറിച്ചൊന്ന് മൊത്തം അറിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ വല്ല സബ്ജക്റ്റിലേക്ക് പോകാം. അത് പ്രശ്നമില്ല. അതെയാ? ഓക്കെ. അതിപ്പോ ഞാൻ ചോദിക്കണു എന്നുള്ളത് ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. അവരുടെ മനസ്സിലുള്ള ഇപ്പൊ ഞാനൊരു വെറും ശ്രോതാവായിട്ട് അല്ല, ഒരു കാഴ്ചക്കാരിയായിട്ട് കണ്ട വീഡിയോ ആണ് അത്. അപ്പൊ അതിൽ എന്റെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ ഐ എം ഡെഫിനറ്റ്ലി ഷുവർ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അവര് ചോദിക്കുന്നതിന് പകരം ഞാൻ രേണുകടുത്ത് ചോദിക്കുന്നു, അവര് കേട്ടോട്ടെ ഉത്തരം. ആയിക്കോട്ടെ, ഉത്തരവ് മഹാരാജാവേ. അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാസ്റ്റിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പൊ എന്താ പറയുക, ഹീറോ ഹീറോയിനോ മെയിൻ ലീഡ് ആക്ടേഴ്സോ എന്നൊക്കെ പറഞ്ഞതിന്റെ ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ, അതിലും രേണുകയുടെ പങ്കുണ്ടോ? അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഈ കാസ്റ്റിംഗ് ഇന്ന ആളെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ എന്താ പറയാ, കാസ്റ്റിംഗ് തീർച്ചയായിട്ടും പങ്കുണ്ടോ എന്നല്ല, അതൊക്കെ മൊത്തം ഞാൻ തന്നെ ചെയ്തതാണ്. കാരണം ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രൊഫൈൽ നോക്കും. പിന്നെ എനിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ആൾക്കാർ മൂവി ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ, ഡയറക്ടേഴ്സും മറ്റ് പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരൊക്കെ കുറെ ആൾക്കാരെ ഇങ്ങനെ ചിലപ്പോ സജസ്റ്റ് ചെയ്യും. അങ്ങനെ പിന്നെ എന്താ പറയാ, നമ്മളിങ്ങനെ നോക്കി 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 ഒരുപാട് നോക്കി അങ്ങനെയാണ് അതായത് നമ്മളൊരു മനസ്സിൽ ഈ 90s ഈ ഒരു സംഭവം അവതരിപ്പിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പിന്നെ മുഖം അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടേത് ബിസിനസ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് കിട്ടിയാലേ നമ്മൾ ചെയ്യൂ എന്ന് ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു ക്യാരക്ടർ പിന്നെ തന്നെ ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയാ മുഖം ഉള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അത് പൂർത്തിയാവുമല്ലോ, നമ്മുടെ ആഗ്രഹം പൂർത്തിയാവുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കി നടന്നപ്പോഴാണ് അങ്ങനെയാണ് ഈ അങ്കിത് മാധവ്, അതായത് ഈ നമ്മുടെ ഇതില്ലേ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖവും പിന്നെ ഈ രഞ്ജിതയുടെ മുഖം, അത് ആദ്യം അങ്കിതിനെയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പഴയ അതേ മുഖം പോലെ തോന്നി എനിക്ക്. അപ്പൊ തീർച്ചയായിട്ടും അങ്കിതിനെ കൊണ്ടുവന്ന് അങ്ങനെയാണ് രഞ്ജിതയെയും കൊണ്ടുവരുന്നത്. എന്താ പറയാ, നമുക്ക് എല്ലാം നോക്കണല്ലോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഡെഫിനറ്റ്ലി ഇതൊരു ബിസിനസ് അല്ല എന്നുള്ളത് അറിയാലോ. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റും ഒക്കെ ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ പിന്നെ കുറേ നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമാണ് നമ്മൾ ലാസ്റ്റിൽ ഒരു ആളിലേക്ക് എത്തിച്ചേരുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ, തീർച്ചയായിട്ടും നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് എടുത്തു പറയേണ്ടത് മേക്കപ്പ് അവർ രണ്ടുപേരും നല്ല ആ ഒരു പഴയ കാലത്തെ പിന്നെ എയർപോർട്ടിൽ വന്ന അവർ രണ്ടുപേരും നല്ല വ്യത്യാസമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റും സൂപ്പർ ആയിട്ടുണ്ട് എന്നും കൂടി മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ്. മേക്കപ്പ് എന്ന് പറയുന്നതും ഇതുപോലെ സിനിമ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള വിനേഷ് ചെറുകാനം ആണ്. അദ്ദേഹവും പിന്നെ അതുപോലെ ഹെയർ സ്റ്റൈല് അത് അശ്വതി, അവരൊക്കെ സ്ഥിരമായിട്ട് സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറച്ചാൾക്കാരൊക്കെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഫ്രണ്ട്സിന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്കിപ്പം ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ഒരാൾ നമുക്ക് എടുക്കുമ്പോൾ അതൊരു റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് ഇതിപ്പം യൂട്യൂബിൽ വിഷ്വൽ ആയിട്ട് നമ്മൾ കാണുന്നോണ്ട് നമുക്ക് ഇവരൊക്കെ വെരി ഇമ്പോർട്ടന്റ്, സ്റ്റൈലിസ്റ്റും മേക്കപ്പ് മാനും മോർ ഇമ്പോർട്ടന്റ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കണ്ണിന് കുളിമ തന്ന സിനിമറ്റോഗ്രഫി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തൊരു മനോഹരത നിറഞ്ഞൊരു ഫീൽഡായിരുന്നു അത്.
അതിനെ കുറിച്ചൊന്ന് എന്താണ്, ആരായിരുന്നു ഇതിലെ സിനിമാറ്റോഗ്രാഫർ? അതിപ്പം സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇന്ന ലൊക്കേഷൻ പറഞ്ഞു. അപ്പം പിന്നെ അതില് നമ്മൾ ഫ്രെയിം വെക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ ഒരു ഫ്രെയിം എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അതായത് എന്റെ മനസ്സിലുള്ള ആ ഒരു ഇതിലേക്ക് എത്തിത്തീരണം. അപ്പം അതിന് പിന്നെ നല്ലൊരു സിനിമോട്ടോഗ്രാഫർ വേണം. അപ്പം എന്ന് വെച്ചാല് സിനിമോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സ് തന്നെ ഒരുപാടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അവൈലബിൾ ആയവരും എല്ലാവരും നോക്കുമ്പോൾ നമുക്ക് പറ്റിയതും നമ്മുടെ വേവ് ലെങ്തിനൊത്ത് പോകാൻ പറ്റിയതുമായ ഒരു ആളെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സന്തോഷ് അനീമ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ സന്തോഷ് അനീമ, എനിക്ക് തോന്നുന്നത് ജ്യോതിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? തീർച്ചയായിട്ടും. ഹലോ സന്തോഷ് ജി. ഹലോ, എന്തുണ്ട് വിശേഷം? ജ്യോതിക്ക് എന്തോ സംസാരിക്കണം എന്ന്. ഞാനിവിടെ കാടിനകത്താണ്, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം സന്തോഷ് ജി. 92.3 മലയാളം FM മെൽബണിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ആ മധുര നൊമ്പരം കണ്ണ് കുളിർന്നു. ആ ഒരു ഫുൾ ഇത് കണ്ടോടുകൂടിയിട്ട് വിഷ്വലൈസേഷൻ. ഇത്രയും സിനിമകൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് സന്തോഷിക്ക് ഈ ലോകത്തിന്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന രേണുകയുടെ ഈ ഒരു പാട്ട് ചെയ്യാൻ ഒരു സാഹചര്യം വന്നത്? അതിനെ കുറിച്ച് എന്തൊക്കെയാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്? എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. രേണുക, ജ്യോതിക, ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, യാദർശികമായിട്ട് പ്രൊജക്റ്റിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. തുടക്കത്തിൽ ആദ്യമായിട്ട് പാട്ട് കേൾക്കുകയും പാട്ടിനോട് ഇഷ്ടം തോന്നി. അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞപ്പോൾ ആ ലൊക്കേഷനോടുള്ള ഒരു ഇഷ്ടം. പയ്യന്നൂർ കോളേജ് കേട്ട് മാത്രം പരിചയമുള്ള എനിക്ക് ആ പയ്യന്നൂർ കോളേജിനോടുള്ളൊരു ഇഷ്ടവും കൂടെ ഉണ്ടാവും. ആ ലൊക്കേഷനിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും പിന്നെ സോങ്ങും കേട്ടപ്പോൾ ഒറ്റ കേൾക്കിൽ തന്നെ ആ സോങ്ങിനോടുള്ളൊരു ഇഷ്ടം തോന്നി. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ടും അവരെ നമുക്ക് നേരത്തെ മുതലേ അറിയാവുന്ന ആൾക്കാരായിരുന്നു. അവർ മുമ്പ് പ്ലാൻ ചെയ്ത ഒരു ഷെഡ്യൂൾ നടക്കാവുകയും അടുത്ത ഷെഡ്യൂളിലേക്ക് യാദൃശ്യമായിട്ട് എൻ്റർ ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് നല്ല ഒരു എല്ലാ ടീമും നന്നായിട്ട് വർക്ക് ചെയ്യും. എല്ലാം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പം തന്നെ അത് നമുക്കിത് നന്നായി വരും എന്നൊരു പ്രതീക്ഷ. പിന്നെ രേണുചേച്ചിയുടെ ഒരു ഇടപെടൽ, അവർക്ക് ഇതിനോടുള്ളൊരു ക്രേസ്, അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നിയത്. എന്ന് വെച്ചാൽ ഒരു പാട്ടെഴുതി അവർ പഠിച്ച കോളേജ് ഇതെല്ലാം ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനകത്ത് എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം ഇത് വരേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് രേണുചേച്ചിക്കൊരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇത് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഡയറക്ടറും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതൊക്കെ വെച്ച് എന്നോട് പറയുന്ന രീതിയും. അപ്പോൾ നമുക്ക് അവരെന്തായിരുന്നോ ഉദ്ദേശിച്ചത്, സോങ്ങിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജിലേക്ക് വരുന്ന രീതികളും അവരന്ന് ഉപയോഗിച്ച ബാഗുകൾ, കമ്മലുകൾ, മുടി കെട്ടുന്ന രീതികൾ, അതൊക്കെ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതൊരാളുടെ അനുഭവം ശരിക്കും പകർത്തുമായിരുന്നു ചെയ്യണേ. അപ്പോൾ ആ അനുഭവം ഒരു ഹെൽപ്പ്, അതൊരു ഭയങ്കര ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഷൂട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ഈ രേണുചേച്ചി എന്താണ് ഉദ്ദേശിക്കണതെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുമായിരുന്നു. താങ്ക് യു സന്തോഷി, നമുക്ക് വേണ്ടി കുറച്ച് നേരം ചെലവഴിച്ചതില്. അപ്പൊ രേണു, നമുക്ക് പിന്നെ ഒരു പാട്ടും കേട്ട് വന്നാലോ? ഓ തീർച്ചയായിട്ടും. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി.
ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ നവലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിത്തിനാ പോയിടാം വിണ്ണതി പോലൊഴുകിടാം മിന്നൽ മഴ കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ മഴ കയ്യിൽ നിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വാഴ കയ്യിൽ നിട്ട പെണ്ണഴകേ. അങ്ങനെ രേണു നമ്മൾ അടുത്തൊരു പാട്ടും കൂടി കേട്ട് വന്നു. വീണ്ടും എനിക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാണ്ട് മധുര നൊമ്പരത്തെ കുറിച്ച്. ചോദിച്ചോട്ടെ? എന്നെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂല്ലേ? അല്ല, കൈ കിട്ടിയ എന്താ പറയുക, ഒരു മുത്തല്ല ചിപ്പിയാണ്. അതിനെ ഞാൻ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഈശ്വര, ആ ചിപ്പിക്കാനുള്ള കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ആയിക്കോട്ടെ, നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. അല്ല അല്ല രേണു, നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുമ്പം കുറച്ച് എന്താ പറയാ, ഇന്ന ആൾക്കാര് ഇന്ന മനസ്സിൽ ഇന്നൊരു പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു, ഇന്ന ആൾക്കാരുടെ ഒരു മുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ. അല്ല, ഇപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ത്രെഡ് ഉണ്ടല്ലോ ഈ ആ വീഡിയോനകത്ത്, പാട്ടിന്റെ മ്യൂസിക്കൽ വീഡിയോനകത്ത്. ഇത് ചെയ്യാൻ ആരെങ്കിലും മൂവി എക്സ്പേർട്ടിന്റെ അടുത്ത് ചോദിച്ചിരുന്നോ, അതോ രേണുവിന് തോന്നിയതാണോ? ലൈക് ഡീറ്റെയിൽ എന്റെ ഒരു ആ ത്രെഡ് എങ്ങനെയാണ് വന്നത്? ഇല്ല, അങ്ങനെ ആരടുത്തും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ അവര്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ, ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിരുന്നു. പിന്നെ ഫസ്റ്റ്ലി, അതായത് നമുക്ക് പറ്റിയ ഒരു പാടുന്ന ഒരാള്, അങ്ങനെ നമ്മളത് നോക്കണം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പം നമ്മളതായ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ്ലി ഒരു ഏതെങ്കിലും ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. പക്ഷെ അതിന് പകരം അഭിപ്രായം, ഇപ്പം കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഇത് ഈ ഒരു പാട്ട് നമ്മൾ വേറെ ആരടുത്തും ചോദിക്കാറില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഏത് കാര്യമാണെങ്കിലും ഇപ്പം ഇതിന്റെ ഒരു വീഡിയോ എങ്ങനെ വരണം എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മളിപ്പം അത് ഓർഗനൈസ് ചെയ്യുമ്പം പിന്നെ ഞാൻ ലാസ്റ്റിൽ ചോദിക്കുന്നത്, സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് അത് ഓക്കെ ആണോ എന്ന് പിന്നെ ചോദിക്കുന്നത് ഞാൻ എൻ്റെ മോളെടുത്താണ്. അവളാണ് സെക്കൻഡ് ഒപ്പീനിയൻ, അവളാണ് അതിന്റെ കംപ്ലീറ്റ്. പിന്നെ ചിലപ്പോൾ അവള് എതിർക്കും, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ രണ്ട് ടൈപ്പ് ചിന്തകളായിരിക്കും. അതായത് അവള് വെരി മോഡേൺ ആണ്, നമ്മൾ പഴയ ആ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും അവള് പറയട്ടെ, അപ്പൊ നമ്മള് രണ്ടും കൂടെ നോക്കിയിട്ട് ഏതാണ് അതില് നമുക്ക് ചോദിക്കാലോ. അപ്പം അങ്ങനെയാണ് അവളോട് മാത്രമാണ് ഞാൻ രണ്ടാമത് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്. ഇപ്പം രേണു നേരത്തെ പറഞ്ഞല്ലോ പാട്ടുകാരനാണ്, ഇപ്പം ബാക്കി എവറിത്തിങ് ഓക്കെ, പക്ഷെ മ്യൂസിക്കിനും ആ വരികൾക്കും ആ ശബ്ദം ഇവരുടെ ആയിരിക്കും കറക്റ്റ് ശബ്ദം, ഈ ശബ്ദമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ തീരുമാനിച്ചു? അങ്ങനെ ഇപ്പോ ഇതൊക്കെ സിത്താരയുടെ ശബ്ദം അത് പെർഫെക്റ്റ് ആണ്. എന്തൊരു സിങ്ക് ആയിട്ടാണ് ആ ഇഷാൻ ദേവിന്റെ ആയാലും സിത്താരയുടെ, അതെങ്ങനെ അവരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എന്തെങ്കിലും റീസണിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് ഇപ്പം പിന്നെ അവരിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഓരോരാൾ ഈ ശബ്ദം നമ്മൾ നോക്കുമല്ലോ. നമ്മളിപ്പം മറ്റേ പാട്ട് പാടിയത് ബിജു നാരായണൻ, അദ്ദേഹമാണ്. പിന്നെ അതിനു മുമ്പ് സുദീപ് കുമാറാണ്. പിന്നെ ആരാണ്, പ്രിയ ആർപ്പായി. അങ്ങനെ എല്ലാവരും അതിഗംഭീരമായ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഈ ഒരു പാട്ട് നമുക്ക് എന്താണ് ആ ഒരു പിന്നെ ഒരു യങ് ആയ ഇതിലേക്ക് ആ ഒരു രീതിയിൽ ഇവരായിരിക്കും കൂടുതൽ മാച്ച് എന്ന്. മറ്റാരും മാച്ച് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഈ ശബ്ദമായിരിക്കും ഈ പാട്ടിന് കൂടുതൽ മാച്ച് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഒരു ആലാപനം അവര് തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും ഞാൻ പറയട്ടെ, അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതിനായിട്ട്. ലൈക്ക്
നല്ല രസമുണ്ട് കേൾക്കാൻ. അവർ രണ്ടുപേരുടെയും ശബ്ദം, ആ ലിറിക്സും മ്യൂസിക്കും ഒക്കെ കൂടിയിട്ട് നന്നായി ഇണചേർന്ന് പോകുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒരു ശ്രോതാവ് എന്ന നിലയിൽ. അപ്പൊ ഈ പറയുന്നതൊക്കെ ആ യൂട്യൂബിൽ കൊണ്ടിട്ടാൽ മാത്രമേ അവര് അവര് കാണുള്ളൂ കേട്ടാ. നമ്മളിപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെയോ? അപ്പൊ ഞാൻ ആദ്യം കേട്ട ഉടനെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത് റേഡിയോയിൽ പറയണോന്ന് മാത്രം, പബ്ലിക്ലി പറയണു, ഒരു എയറിൽ പറയണമെന്ന് മാത്രം. അപ്പൊ ഇവരെല്ലാം വലിയ തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പം അവരെല്ലാം എന്താ പറയാ, ഇതിനൊന്നും അവർക്ക് സമയം തന്നെ ഇല്ല എന്ന് തന്നെ പറയാ എല്ലാവരും. പക്ഷെ എന്താ, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് ഇവരോട് എല്ലാവരോടും തന്നെ, ഈ മൊത്തം ടീമിനോട്. എല്ലാവരും അവരുടെ വിലയേറിയ സമയമാണ് എനിക്ക് വേണ്ടി ചെലവഴിച്ചത്, അതും ഒരു സോങ്ങിന് വേണ്ടി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ, പിന്നെ എന്താ പറയാ, സിനിമയും മറ്റു പല രീതിയിലുള്ള തിരക്കുകളാണ്. തിരക്കുകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒന്നിനും ടൈമില്ല. പക്ഷെ എങ്കിലും എങ്ങനെയാ ഞാൻ പറയാ, അത്രയും നന്ദിയുണ്ട് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നതിൽ. അല്ല, അപ്പൊ സ്ക്രീൻ പ്ലേ, ക്രിയേറ്റീവ് ഡയറക്ഷൻ, കോൺസെപ്റ്റ് ഒക്കെ നടത്തിയ രേണുക വിജയകുമാറിനോട് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ ഷൂട്ടിനിടയിലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയാമോ? ലൈക്ക് എങ്ങനെയാണ് ഒരു ഷൂട്ട് ഡേ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് നേരത്തെ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ്, നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ആക്കിയിട്ടൊന്നും വലിയ മൂവി പോലെയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്, എന്നാൽ അതേസമയം നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ മറ്റ് ഉള്ള പൊസിഷനിലുള്ള മൂവിയിലുള്ളതുപോലെയുള്ള ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള പൊസിഷൻസും അതൊന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അതായത് ഇത് ഒരു ബിസിനസ് അല്ലാത്തടത്തോളം കാലം നമുക്ക് അതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ ഓടി നടന്ന്. പക്ഷെ ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും പിന്നെ ബന്ധുക്കളും പയ്യന്നൂർ കോളേജ് സ്റ്റുഡൻസ്, അതിലാണ് സ്റ്റുഡൻസ് മാത്രമല്ല സ്റ്റാഫ് അടക്കം എല്ലാവരും. ശരിക്കും ഇതൊരു എങ്ങനെയാണ് അത് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഇതായി പോകും കേട്ടാ. കാരണം അത്രമാത്രം പിന്നെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഓടി നടക്കാനും, പിന്നെ എൻ്റെ ഹസ്ബൻഡും വന്നിരുന്നു. അപ്പം എല്ലാവരും തന്നെ, എൻ്റെ ബ്രദർ ആവട്ടെ, എല്ലാവരും കംപ്ലീറ്റ്, ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് നാട്ടുകാർ നമുക്ക്, പിന്നെ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും കൊണ്ടുപോകാനും. പിന്നെ ഷൂട്ട് ഡേ എന്ന് പറയുന്നത് എല്ലാവരും ശരിക്കും ഇത്രയധികം ആഘോഷിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ടൂറിസ്റ്റ് ബസ് ഒക്കെ ആക്കി അടിപൊളിയാക്കി പോവലും വരവും. പിന്നെ അതേസമയം പിന്നെ ജ്യോതിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. അത് കാറ്ററിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ആ കറക്റ്റ് ടൈമിൽ നല്ല പഴയ ആ ഒരു പഴംപൊരി ഇല്ലേ, നല്ല ചൂടോടെ, പിന്നെ വളരെ ടേസ്റ്റ്ഫുള്ളായ പഴംപൊരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഉണ്ട് കേട്ടോ, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൊണ്ടുവന്നിരുന്നു. കറക്റ്റ് ടൈമിൽ ചൂടോടെ കൊണ്ടുവരിക, അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ്. അങ്ങനെ നമ്മുടെ തന്നെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിൽ പോയാലൊക്കെ കൊണ്ടുവന്നേ അവര്, പിന്നെ മണി എന്നാണ് പേര്. അപ്പം ഇവരാണെങ്കിലും എല്ലാവരും മൊത്തം, എനിക്ക് ആ കോളേജ് കുട്ടികളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് പിന്നെ സന്തോഷവും ഒന്നുകൂടെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും അങ്ങനെ ആവുമ്പോൾ. ഇത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പിന്നെ നമുക്ക് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ല. അപ്പം നമ്മൾ തന്നെ ചിലപ്പം പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കല് അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല, കീ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ടാവും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവരുടെയും സഹായത്തോടെ. അപ്പൊ ഒരു പയ്യന്നൂർ ഗ്രാമത്തിന്റെ മൊത്തം പിന്തുണയോടുകൂടി വന്ന ഒരു ഗാനാണ് ഇതെന്ന് പറയാല്ലേ? ഉറപ്പായിട്ടും ഇത് എന്റെ മാത്രമല്ല എല്ലാവരുടെയാണ്. നല്ലൊരു സന്തോഷം. പിന്നെ പയ്യന്നൂർ കോളേജ് കുട്ടികൾ അത് നമ്മളെ സ്കിറ്റൊക്കെ ആക്കിയിട്ട് ഇടുന്നത് കണ്ടിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുവതലമുറയും അതേപോലെ പഴയ 90s അവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെയാണല്ലോ അത് വേണ്ടത്, കട്ടയ്ക്ക് നിന്നും ചുരുക്കത്തിൽ പറഞ്ഞാൽ. പിന്നെ ഇതില് പ്രവർത്തിച്ച പിന്നെ ഓരോരാളെയും നമ്മൾ പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പിന്നെ എന്താ പറയാ, ഇതിന്റെ പല ആൾക്കാരെയും നമ്മൾ പറയണം ശരിക്കും പറഞ്ഞാല്. അതായത് ഇപ്പം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ആരാണ്? അജിത് പുല്ലേരി. പിന്നെ അതുപോലെ കാസ്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അങ്കിത് മാധവും രഞ്ജിത മേനോനും. പിന്നെ സിനിമോട്ടോഗ്രാഫി അദ്ദേഹത്തെ കേട്ടു നമ്മള്. മ്യൂസിക്കും പ്രോഗ്രാമിംഗ് അത് കേട്ടു.
പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് രതിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് വളരെയധികം എവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ മൂവിയൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹവും വളരെ തിരക്കുള്ള ആളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പിന്നെ എന്താ പറയാ, നമ്മുടെ കൂടെ ഇരുന്ന് 2-3 ദിവസം ചെലവഴിച്ച് നമ്മളെ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തു തന്നു. പിന്നെ കളറിസ്റ്റ് പിന്നെ അറിയാലോ, ഏറ്റവും അറിയപ്പെടുന്ന ലിജു പ്രഭാകർ അദ്ദേഹമാണ് അത് ചെയ്തത്. അതിനു മുമ്പ് ഈ ആർട്ട് ഡയറക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഈ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കൊടുത്താലും നമുക്കത് അതിനനുസരിച്ച് എല്ലാം റെഡിയാക്കണം. ആ ആർട്ട് ഡയറക്ഷന് നല്ലൊരു ഐഡിയ ഇല്ലെങ്കിൽ, അദ്ദേഹത്തിന് ആർട്ട് ഡയറക്ടർക്ക് നല്ലൊരു ഐഡിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലൊക്കേഷനിൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വരില്ല. അപ്പം അദ്ദേഹവും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ധൻരാജ് മാണിയേട്ട്. പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്ത വ്യക്തി തന്നെയാണ് അതും. എല്ലാവരും പയ്യന്നൂർ തന്നെയാണ്. ഇതിൽ ടീമിൽ മോസ്റ്റ് ആൾക്കാരും പയ്യന്നൂർ ഉള്ളവരാണ്. അത് ഒരു പ്രത്യേകതയാണ്. ശരി, അതാ പറഞ്ഞപ്പോ പയ്യന്നൂരിന്റെ കട്ട സപ്പോർട്ടിലാണ് ഈ ഗാനം വന്നിരിക്കുന്നത്, പല തലമുറയുടെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ രേണു, ഈ ഒരു കാര്യം ഞാൻ വീഡിയോ കാണുമ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചായിരുന്നു, ഇതിൽ സബ് ടൈറ്റിൽസ് ഇടാൻ കാരണം വല്ലതുണ്ടായി? അതിനകത്ത് സബ് ടൈറ്റിൽസ് ഉണ്ടല്ലോ. അത് പിന്നെ നമ്മൾ കഴിഞ്ഞ പിന്നെ പാട്ടുകളൊക്കെ ഇറക്കിയ സമയത്ത് പിന്നെ പല ആൾക്കാരും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അന്നേരം ഇവിടെ മ്യൂസിക് നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും പല ആൾക്കാർക്കും പിന്നെ മ്യൂസിക്കും ആ പാട്ടും ആ ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ പാട്ടുകൾ ഇറക്കിയപ്പോഴായിരുന്നു. അപ്പോഴെന്നോട് കുറേ ആൾക്കാർ, നമ്മുടെ ഓസ്ട്രേലിയൻസ്, അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു. എന്തൊരു ഭംഗിയുള്ള മ്യൂസിക്കാണ്, എന്തൊരു പാട്ടാണ്, പിന്നെ ആ ശബ്ദവും എല്ലാം ഭയങ്കര രസകരമായിട്ടുണ്ട്. അപ്പോൾ സബ് ടൈറ്റിൽസ് ഇട്ടൂടെ എന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ പ്രത്യേകിച്ചും റൊമാൻറ്റിക്കും ആണല്ലോ, അപ്പൊ സബ് ടൈറ്റിൽസ് ഒക്കെ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു, എല്ലാം കൂടെ തിരക്കായിരുന്നു. പക്ഷെ എങ്കിലും അത് പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും എൻ്റെ പാട്ട് ആ ഒരു മറ്റൊരു ലാംഗ്വേജിൽ വരണമെങ്കിൽ അത് ഞാൻ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുതി. പക്ഷെ നമ്മുടെ ജ്യോതിക്കറിയല്ലോ, ഇവിടെ സ്മൃതി മുരളി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇത് പിന്നെ ഇത് പ്രൂഫ് റീഡ് ചെയ്തത്. അപ്പം അപ്പോഴപ്പോ ആ സ്മൃതിയും എനിക്ക് അത് വളരെ ആത്മാർത്ഥമായി പെട്ടെന്ന് തന്നെ അത് ചെയ്തു തന്നു. അങ്ങനെ അതും റെഡിയായി. അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാല് മെച്ചെന്ന് വിചാരിച്ചാല് ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള പല ആൾക്കാരും അത് കേട്ടിട്ട് ആ സബ് ടൈറ്റിൽസ് വെച്ചിട്ട് ആ പിന്നെ എന്താ പറയാ മ്യൂസിക്കും കേട്ട് വീഡിയോ കാണുമ്പോൾ അവരും എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് അത് ഒരു അത്ഭുതം തന്നെയാണ്. അതാണ് മ്യൂസിക്കിന് ബൗണ്ടറീസ് ഇല്ല എന്ന് പറഞ്ഞേക്കുന്നത്, ഭാഷ ഇല്ല എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് മ്യൂസിക് എന്താണ് പിന്നെ ഏത് മ്യൂസിക് ആണെങ്കിലും ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാമെന്ന് പണ്ട് കേട്ടിട്ടുണ്ടല്ലേ. അതെ അതെ അതെ. അല്ല, നമുക്കെന്നാ ഒരു പാട്ട് കേട്ട് വന്നാലോ? അതും ഒരു റൊമാൻറ്റിക് തന്നെ ആവാം. ആയിക്കോട്ടെ, 90s പാട്ട് വെക്കണ അത് വെച്ചോളൂ. ഓക്കെ. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. ഒരു മലരം വിളിമുത്തൊളിയാൽ നിൻ കവിളിൽ കളമെഴുതി, മണിമുകിൽ തന്നൊരു കരിമഷിയാൽ നിൻ മിഴികളിൽ അഴകെഴുതി. എന്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ, നിന്റെ ഓർമ്മകൾ. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം.
കാത്തുവയ്ക്കും സ്വപ്നത്തിൻ കരിമ്പ് പൂക്കും കാലമായി വിരുന്നുണ്ട് പാടുവാൻ വരുതന്നലേ. പൂത്തു നിൽക്കും പാടത്തെ പിരിപ്പു കൊയ്യാൻ നേരമായി കതിർക്കറ്റ നുള്ളിയോ നീ ഇന്നലെ. കൈവള ചാർത്തിയ കന്നിനിലാവിനു കോടി കൊടുത്തൊരു രാത്രിയിലന്നൊരിലഞ്ഞി മരത്തണലത്തു കിടന്നൊരു പാടുകടങ്കഥ ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും എത്ര ഇണക്കവും ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. വെണ്ണ തോൽക്കും പെണ്ണേ നീ വെളുത്ത വാവായി മിന്നിയോ മനസ്സിന്റെ ഉള്ളിലെ മലർപ്പൊയ്കയിൽ. നിന്റെ പൂവൽ പുഞ്ചിരിയും കുരുന്നുകണ്ണിൽ നാണവും അടുത്തൊന്നു കാണുവാൻ കൊതിക്കുന്നു ഞാൻ. കാവിനകത്തൊരു കാർത്തിക ഓഹ് എന്തൊരു പാട്ടാലേ ജ്യോതി. എനിക്ക് ഈ 90s പാട്ടൊക്കെ ഇപ്പോഴങ്ങനെയുള്ള പാട്ട് വളരെ കുറവല്ലേ അല്ലേ കേൾക്കാൻ പറ്റുന്നത്. അതെ, കുറച്ച് വരലിൽ എണ്ണാവുന്ന പാട്ടുകളെ അങ്ങനത്തെ നമുക്ക് മനസ്സിൽ തൊടുന്ന പാട്ടുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇക്കാലത്ത്. പിന്നെ ഇതും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടുകളാണ് എല്ലാം. നമ്മൾ ആ ഇന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമുക്ക്. തീർച്ചയായിട്ടും. പിന്നെ അത് എന്താ പറയാ, അതിൽ ഒന്നിലൊന്ന് മെച്ചം എന്ന് പറയുന്ന പാട്ടുകളാണ് അതിൽ. അതെ. അപ്പൊ ഞാൻ തിരിച്ചു വീണ്ടും എന്റെ ചോദ്യങ്ങളിലേക്ക് ഞാൻ വന്നു. എനിക്ക് കുറച്ചുകൂടി ചോദ്യം ചോദിക്കാണ്ട്. അയ്യോ ഇത് കഴിഞ്ഞിട്ടില്ലേ, നമ്മളെ ബ്രോഡ്കാസ്റ്റ് കഴിയാറായി. ഇന്ന് ബ്രോഡ്കാസ്റ്റ് മൊത്തം ഡെഡിക്കേഷൻ മധുര നൊമ്പരത്തിനാണ്. അതെയോ? അയ്യോ. പിന്നല്ലാതെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രണയഗാനം ഫീല് പാട്ടിന്റെ, പക്ഷെ അതിന്റെ ഇടയിൽ വല്ല ഫണിയായ വല്ല കോമെന്റ്സോ മൂമെന്റ്സോ വല്ലതൊക്കെ ഉണ്ടായിരുന്നു? ജ്യോതി ചോദിക്കുന്നത് യൂട്യൂബില് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കിട്ടിയ പിന്നെ ഫീഡ്ബാക്സ് അല്ലെ, അല്ലെങ്കിൽ കമന്റ്സ്, അതാണല്ലോ അതെ. ഉദ്ദേശിച്ചത്. ഓ അത് ഇപ്പൊ പറയാവോ പബ്ലിക്കായിട്ട്? അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഷൂട്ടിന്റെ സമയത്ത് നടന്ന വല്ല രസകരമായ മൂമെന്റ്സ് ആയാലും മതി. അല്ല, തീർച്ചയായിട്ടും ഇത് തന്നെ പറയാം, കുഴപ്പമില്ല, പേര് പറയാതിരുന്നാ പോരെ. പിന്നെ മതി. ഞാനിവിടെ നമ്മുടെ പിന്നെ ഈ പാട്ട് ഇറക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് അതിന്റെ അടുത്ത വീക്കെൻഡ് അങ്ങനെ പിന്നെ ഒരുപാട് കല്യാണങ്ങൾ, പിന്നെ പലവിധ ആനുവൽ ഫങ്ഷൻസ്, പിന്നെ സീനിയർ സിറ്റിസൺസ്, അതിന്റെ ഒരു ഫങ്ഷൻ, അങ്ങനെ ഡിഫറെന്റ് ഏജിലുള്ളവരും ഡിഫറെന്റ് ഓഡിയൻസും ആയ പല പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ ഞാൻ ഞെട്ടിപ്പോയി. പല ആൾക്കാരും വന്നിട്ട് പറയുന്നത്, ഞാനും വിജയേട്ടനും അവിടെ നിൽക്കുന്നുണ്ട്, പല ആൾക്കാരും പലതും തമാശ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും പല രീതിയിൽ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കമൻ്റാണ്. ഒന്ന് രണ്ട് പേര് വന്നിട്ട് പറഞ്ഞു, ആദ്യം പിന്നെ ഒരു എന്താ പറയാ മെയില്, അവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഉണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പം വന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ഭാര്യ അടുത്തില്ല കേട്ടാ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം സ്വകാര്യം പറയാം. അതായത് ഈ പാട്ട് ഭാര്യ ഇല്ലാത്ത സമയത്ത് 10 തവണ കേട്ടാലും മതിയാവുന്നില്ല, അത്രമാത്രം ഫീലിംഗ് ആണ്, ആ പഴയ കാലത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിന്ന്. അതേസമയം ഇത് 2-3 ലേഡീസ് അവര് വന്നിട്ട് അവരും ഇതന്നെ പറഞ്ഞത്, ഡിഫറെന്റ് ഏജിലുള്ളവര്, അവര് പറയുന്നു, അതാണ് അത്ഭുതം. അവര് വന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തായാലും ഈ ഭർത്താവ് കേൾക്കണ്ട, ഇത്ര മാത്രം എൻജോയ് ചെയ്തൊരു പാട്ട്, എന്താ പറയാ, അതിൽ ലയിച്ചിരുന്നു പോയി എന്ന് പറഞ്ഞു. അതിലും കേൾക്കുമ്പോ അതാണ് നമ്മളിപ്പോ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇത്രയും ഇറക്കിയാലും നമുക്ക് ഇങ്ങനത്തെ കമന്റ്സ് എല്ലാം കേൾക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് മാനസികമായിട്ട്. എന്നിട്ട് പല ആൾക്കാരും പിന്നെ വിജയേട്ടനോട് ചോദിച്ചു, പിന്നെ ഇതിലെ പറയുന്ന ഈ ആള് നിങ്ങളാണോ അല്ല വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ. അപ്പൊ വിജയേട്ടൻ അതിന് മറുപടി പറഞ്ഞു, പിന്നെ അങ്ങനെ ഇപ്പൊ ഇവളോട് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പിന്നെ അച്ഛന്റെ തേങ്ങല് അല്ലെങ്കിൽ മരണമേന്നുള്ളത്. അപ്പൊ ഈ സമയത്തൊക്കെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്
അവളോട് ആൾക്കാർ ചോദിച്ചിരുന്നത്. ഉം, അതുകൊണ്ട് ഉം. നമുക്കിത് കേൾക്കാനൊരു രസമാണെന്ന് പറഞ്ഞു. അത് നന്നായി. അത് കൂടെ ഉള്ളത് നന്നായി വിജയെടുത്താല്. ആം, അല്ല, ഈ പ്രൊജക്ടിന് വല്ല ചാലഞ്ചസോ അല്ലെങ്കിൽ റിസ്കോ വല്ലതൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ചാലഞ്ചസും റിസ്ക്കും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പം ഫസ്റ്റ് തിങ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ടീമിനെ നമ്മൾ തീരുമാനിക്കുന്നത് അത് നമുക്ക് ഉം, ചിലപ്പോൾ ചലഞ്ചസ് ആവും, അത് ചിലപ്പോൾ റിസ്ക് ആവാം. കാരണം നമുക്ക് നേരിട്ട് അറിയാത്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അത് ഉം, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വിചാരിച്ചെടുത്ത് ചിലപ്പോൾ നിൽക്കില്ല. പക്ഷെ ഉം, നമുക്ക് തീർച്ചയായിട്ടും നമുക്കതെല്ലാം ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഇത് ഹൈ ബഡ്ജറ്റിൽ പോവില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഉം, ഉം, പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ഓരോരാളെയും ഓർഗനൈസ് ചെയ്യില്ലേ, ഇപ്പം ഷൂട്ട് ഡേ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലാണെങ്കിലും പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം റിസ്ക് തന്നെയാണ്, എല്ലാം റിസ്ക് ആണ്. ഇതൊക്കെ നമ്മൾ അന്നത്തെ ദിവസം ഏത് തരത്തിൽ എന്ത് ഒബ്സ്റ്റക്കിൾ വരും എന്ന് പറയാൻ പറ്റില്ല. ഉം, അതെല്ലാം ഇല്ലാതെ ഇതൊന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ടീമിലുള്ള ഒരാൾ പോലും അസുഖം അന്ന് വരാൻ പാടില്ല, അല്ലേ? ഉം, ഉം, ഉം. അതുപോലെ അവർക്ക് Correct. ആർക്കും തന്നെ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ച പോരാ, നമ്മളെ ഈ മൊത്തം ആൾക്കാർക്ക് പിന്നെ ഒരു തരത്തിലോ അവരുടെ ബന്ധുക്കൾക്കോ വേറെ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കിട്ടണം. ഉം, ഉം. അത് നമുക്ക് ഇക്കാലത്ത്, പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് ശരിക്കൊരു പിന്നെ റിസ്ക് തന്നെയല്ലേ അങ്ങനെ ഒരു കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള Correct, എല്ലാ correct. കാര്യങ്ങളും അതുപോലെ പിന്നെ ഈ ഓർഗനൈസ് ചെയ്ത എല്ലാ സംഭവങ്ങളും കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഷൂട്ട് ഡേ ആണെങ്കിലും ക്യാമറ പിന്നെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ വർക്ക് ചെയ്യണം, അല്ലേ? നമുക്ക് ഇത് എപ്പോഴെന്ത് എവിടെ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം എല്ലാം ഭംഗിയായി നടന്നു. ഇനി ഇതുപോലൊരു ഉം. സംഭവം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അതെ, എന്തായാലും നല്ല ഓർമ്മകളല്ലേ ആ ഒരു സമയത്ത്. വിച്ച് ഇസ് വെരി ഗുഡ്. അതെ, തീർച്ചയായും. അല്ല, ഇതിന്റെ കോപ്പിറൈറ്റ് അങ്ങനെ വല്ലതൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടേതാണ് കംപ്ലീറ്റ് കോപ്പിറൈറ്റ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ പെർമിഷൻ വെച്ചുകൊണ്ട് ഇപ്പോൾ പിന്നെ മറ്റു ചാനലുകളിലാണെങ്കിലും അതിന്റെ ഇപ്പം 2 ലൈന് കൊടുത്ത് ന്യൂസ് കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും പെർമിഷൻ എടുക്കണം. അതാണ്, അത് നിർബന്ധമാണ്. നമുക്ക് നമ്മുടെ ലിങ്ക്, ആ യൂട്യൂബിന്റെ ലിങ്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ ലിങ്ക് ഷെയർ ചെയ്യുമ്പം ഉം, ഉം. തീർച്ചയായിട്ടും അത് പിന്നെ മറ്റൊരാളുടേതാവില്ലല്ലോ. അത് കംപ്ലീറ്റ് ആ ഓക്കെ. ലിങ്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, നേരിട്ട് അതിലേക്ക് പോകും. ഉം, ഉം. അതേസമയം പക്ഷെ അല്ലാതെ ഇപ്പം ഈ പിന്നെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ജ്യോതി വിചാരിച്ചു അതിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് പിന്നെ അത് യൂട്യൂബിൽ പബ്ലിക് ആക്കിയ സാധനമല്ലേ, അത് ചോദിക്കൊന്നും വേണ്ട, അതിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ റീലാക്കി ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഉം, കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ടി വിയിൽ ഇടാം, അല്ലെങ്കിൽ അത് ഉം. ഫുള്ള് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പിന്നെ നിയമപ്രകാരം തെറ്റാണ്. അത് ഓ. നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യാൻ പാടില്ല. ഉം, കാരണം മറ്റൊരാളുടെ വർക്കാണ്. അതിപ്പോ ഏത് സാധനമായാലും അങ്ങനെയാണ്. നമ്മളിപ്പോ മറ്റൊരാളുടെ ബ്രാൻഡിലുള്ള ഒരു സാധനം ഇപ്പൊ നമ്മൾ സാധനം വാങ്ങുന്നതാണെങ്കിൽ പോലും അതങ്ങനെയാണ്. അത് നമ്മൾ ഉം. തീർച്ചയായിട്ടും എടുക്കാൻ പാടില്ല. അത് ചോദിച്ചിട്ട് റിട്ടേൺ പെർമിഷൻ ഇല്ലാതെ ഒരു ഇമേജ് പോലും ഉം, ഉം. മറ്റൊരാളുടേത് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അതെ, 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 അതെ. അത് ശരിയാണ്. കറക്റ്റ്. അവരുടെ എന്താ പറയാ, ലിറ്റററി പീസാണത്. അതിന് നമ്മള് ചോദിച്ച് ഡെഫിനറ്റ്ലി പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യണത് ഇസ് കോപ്പിറൈറ്റ് ബ്രീച്ച് തന്നെയാണ്. അതെ, അത് ജ്യോതിക്ക് പ്രത്യേകിച്ച്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതെ, അത് ജ്യോതിക്ക് നല്ലോണം അതിനെക്കുറിച്ച് അറിയുമല്ലോ. കാരണം ജ്യോതി പിന്നെ ഈ ഒരു എന്താണ് കുട്ടികളോടും അല്ലെങ്കിൽ സ്റ്റുഡൻസിനോടൊക്കെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതറിയാലോ. അതെ, ദാറ്റ് ഇസ് ട്രൂ. അപ്പൊ രേണുക, വീണ്ടും ലാസ്റ്റ് ചോദ്യം. ഇതിന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നില്ല തൽക്കാലം. പിന്നെ അടുത്ത ഉറപ്പല്ലേ? പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ചോദിക്കാം. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പ്. ഇതിപ്പം നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഇത് 8 വർഷം എടുത്തു. അതിന്റെ ആ വരികള് അത് സാക്ഷാത്കരിക്കാൻ 8 വർഷം എടുത്തു എന്ന് പറയുന്നു. ഇനി അടുത്ത പ്രോജക്റ്റിന് എത്ര വർഷം കാത്തിരിക്കണം? അത് ഇപ്പം എന്താണ് പറയാ, നമ്മളേതായാലും നമ്മുടെ ഒരു കുട്ടിയെ മുറിച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിൽക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ എവരി വീക്ക് നമുക്ക് ഇങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് എൻ്റെ ഒരു കുഞ്ഞാണ്, അപ്പൊ അതെന്റെ ഉം. കയ്യിലിരിക്കട്ടെ. അതുകൊണ്ട് അതിനൊരു കണക്കൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഒരു ഹോബിയായിട്ട് ചെയ്യാം. അതെ, അത് നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ? ഉം. അപ്പം ഇപ്പൊ രേണുകുമാരി തന്നെ ഇതേമാതിരി പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അല്ല, കുറെ പേര് കേൾക്കുന്ന ശ്രോതാക്കള്. അവരുടെ മനസ്സിൽ ഇതുമാതിരി കുറച്ച് കുറച്ച് കവിതകളോ പാട്ടുകളോ
അല്ലെങ്കിൽ മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ കാണും. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പീസ് ഓഫ് അഡ്വൈസ് ഉണ്ടോ? എന്താണ് ഇപ്പം പറയാന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അത് ചെയ്യണ്ടാന്ന് പറയുന്ന പല ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അതിന് പല തടസ്സങ്ങൾ വരാം. പക്ഷെ നമ്മൾ അവിടെയൊന്നും വീഴരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ പിന്നെ നമ്മളിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് പലയിടത്തുനിന്നും പല ഫീഡ്ബാക്സ് ഉണ്ടാവാം. ചിലപ്പോൾ പല രീതിയിൽ അത് മറ്റൊരാളുടെ അഭിപ്രായം ഉണ്ടാകാം, പ്രഷർ ഉണ്ടാവാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്മളെ സ്വന്തം എന്ന് പറയുന്ന ആളാണെങ്കിലും നമ്മുടെ ക്രിയേഷൻസ് മറ്റൊരാളുടേതായിട്ട് മാറാൻ പാടില്ല. കാരണം നമ്മൾക്ക് നമ്മളൊരു മനസ്സിലുള്ള ആഗ്രഹം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഫീഡ്ബാക്സ് എടുക്കാം, നമുക്ക് മോഡിഫൈ ചെയ്യാം. പക്ഷേ നമ്മുടെ കഥയാണെങ്കിലും നമ്മുടെ ക്രിയേഷൻ ആണെങ്കിലും മറ്റൊരാളുടെ മനസ്സിലുള്ളതുപോലെ ആയി മാറാൻ വേണ്ടിയിട്ട് അത് അനുവദിക്കരുത് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് നമ്മളിത് നീണ്ടു നീണ്ടു പോകുന്നത്. നമ്മളത് വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം നമ്മൾ പിന്നെ അത് പൂർത്തീകരിക്കുക. അത് നല്ലൊരു സന്ദേശമാണ്. താങ്ക് യു. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ച് കുറെ ആയി കേട്ടാ. നമ്മളിപ്പം അതെല്ലേ. എന്തായാലും മധുരനൊമ്പരം ടീമിനും രേണുകയ്ക്കും ബെസ്റ്റ് വിഷസ്. ഒരു അതിമനോഹരമായ പ്രൊഡക്ഷൻ തന്നെയാണ്. അത് എത്തേണ്ടടുത്ത് എത്തട്ടെ എന്ന്, നിങ്ങളുടെ ലക്ഷ്യം നിറവേറട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, താങ്ക് യു സോ മച്ച് ജ്യോതി. നമ്മളിങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ ഈ ഒരു ഗാനം അത് ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിൽ കൊണ്ടുവരാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചതിൽ തീർച്ചയായിട്ടും ജ്യോതിക്ക് 1000 നന്ദി. പിന്നെ തീർച്ചയായിട്ടും ടീം മൊത്തം ഇത് കേൾക്കട്ടെ, എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ, അവർക്കെല്ലാം മോട്ടിവേഷൻ ഉണ്ടാവട്ടെ, ഇനിയും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, ഇങ്ങനെയുള്ള പ്രോജക്റ്റിൽ സൈനപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ബെസ്റ്റ് വിഷസ് അഗൈൻ. അപ്പൊ ശ്രോതാക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം 92.3 മലയാളം FM മെൽബൺ @gmail.com. അതെ, അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും എല്ലാം വിസിറ്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ, നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് ഇഷ്ടമായാൽ അത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം, അല്ലേ? അതെ, അതിനൊപ്പം എൻ്റെ ഒരു സന്ദേശമുണ്ട്. ഈ പാട്ട് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് ഒന്ന് പോയി കേൾക്കുക. മധുര നൊമ്പരം എന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കേൾക്കുക. പിന്നെ കോപ്പി ചെയ്യാൻ നോക്കരുത്, അത് കേൾക്കുക, ആസ്വദിക്കുക. ആ യൂട്യൂബിന്റെ ലിങ്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. താങ്ക് യു ജ്യോതി. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ I am Renuka signing off. Till next time, this is Jyoti. Bye. Bye bye.